ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രൈസ് ദ ലോർഡ്. സഹോദരനെ ബോഷ എന്ന് വിളിക്കുന്നവൻ ന്യായാധിപ സംഘത്തിന്റെ മുമ്പിൽ നിൽക്കേണ്ടി വരും എന്ന് അരുളി ചെയ്ത യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഏവർക്കും വന്ദനം. പ്രൈസ് ദ ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം പരിഹസിക്കരുത് എന്നുള്ളതിനെ കുറിച്ച് അത്രേ. ഹല്ലേലൂയ. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. യേശു ക്രിസ്തുവിന്റെ അത്ഭുതകരമായ ശക്തി ലോകമെമ്പാടും വ്യാപരിക്കുന്ന ദൈവാനുഗ്രഹത്തിന്റെ നിമിഷങ്ങളാണിത്. ഈ സമയത്ത് പ്രാർത്ഥിക്കുന്ന നിരവധി വ്യക്തികളുടെ മേൽ അത്ഭുത ശക്തിയാൽ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കഴിഞ്ഞ നാളുകളിൽ പ്രാർത്ഥിച്ചപ്പോഴുണ്ടായ അത്ഭുതങ്ങൾ ഏതാനും വ്യക്തികൾ സാക്ഷ്യപ്പെടുത്തി നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. എന്റെ പേര് സുനു സെബാസ്റ്റ്യൻ. ഞാൻ വടക്കഞ്ചേരി ഫൊറോനയിലെ രാജഗിരി ഇടവകാംഗമാണ്. എന്റെ കുഞ്ഞിന് 27 ദിവസം പ്രായമാകുന്നത് വരെ അവൾ ഭയങ്കര ഛർദിയായിരുന്നു. പാല് കുടിച്ച് കുഞ്ഞിനെ കിടത്തിയാൽ ഉടൻ തന്നെ ഛർദിക്കും. കുഞ്ഞിന് ശ്വാസം മുട്ടുകയും ആകെ ബുദ്ധിമുട്ടുകൾ കാണിക്കുകയും ചെയ്യും. രാത്രിയിൽ ഉറക്കമൊളിച്ച് കാത്തിരിക്കേണ്ട അവസ്ഥയായിരുന്നു ഞങ്ങളുടെ വീട്ടിൽ. ഇങ്ങനെ ഈ കാര്യത്തെ ഓർത്ത് വീട്ടിലുള്ള എല്ലാവരും വിഷമത്തിലായിരുന്നു. ജൂലൈ 15-ാം തീയതി നടത്തിയ അഭിഷേകാഗ്നി പ്രാർത്ഥനയിൽ ഞങ്ങൾ കുടുംബാംഗങ്ങളെല്ലാം ഉണർന്നിരുന്ന് കുഞ്ഞിന്റെ ഈ കാര്യത്തിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിച്ചു. ആ ദിവസത്തിന് ശേഷം പിന്നെ ഇന്ന് വരെ എന്റെ കുഞ്ഞിന് അങ്ങനെയുള്ള ബുദ്ധിമുട്ട് ഉണ്ടായിട്ടില്ല. യേശുക്രിസ്തു സുഖപ്പെടുത്തി. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. മറ്റൊരു വ്യക്തിയുടെ അനുഭവം ശ്രദ്ധിക്കാം. എന്റെ പേര് സൈമൺ. കോലഞ്ചേരിയിലാണ് താമസം. ഞങ്ങൾ അഭിഷേകാഗ്നി പരിപാടി ടിവിയിൽ കാണാറുണ്ട്. 3 മാസം മുമ്പ് എന്റെ മകളുടെ കണ്ണിന്റെ തടത്തിൽ ഒരു കുരു ഉണ്ടായി. 3 മാസമായിട്ടും കുരു പൊട്ടിയില്ല. അത് ഒരു തടിപ്പായി കല്ലച്ച് കിടന്നു. ഡോക്ടറെ കാണിച്ചു. ഡോക്ടർ അത് ഓപ്പറേഷൻ ചെയ്ത് എടുത്തു കളയാം എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ മെഡിക്കൽ കോളേജിൽ ഒരു ഡോക്ടറെ കാണിച്ചു. അദ്ദേഹവും ഒരു സർജറി കൊണ്ട് ഇത് മാറ്റിക്കളയാം എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ കുടുംബസമേതം അഭിഷേകാഗ്നി പ്രോഗ്രാമിന്റെ സമയത്ത് പ്രാർത്ഥിച്ചു. കർത്താവ് സൗഖ്യമാക്കിയാൽ അഭിഷേകാഗ്നിയിൽ സാക്ഷ്യപ്പെടുത്താമെന്ന് നേരുകയും ചെയ്തു. ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ച് കർത്താവായ യേശുക്രിസ്തുവിനെ വിളിച്ചപ്പോൾ എന്റെ മകളുടെ കൺതടത്തിലുണ്ടായിരുന്ന കുരു പൂർണ്ണമായും സുഖപ്പെട്ട് എന്റെ മകൾ സൗഖ്യം പ്രാപിച്ചു. ഇന്ന് എന്റെ മകളുടെ കണ്ണിലോ കൺതടത്തിലോ യാതൊരു അടയാളം പോലും ഇല്ലാതെ അത് പൂർണ്ണമായും വിട്ടുമാറിപ്പോയിരിക്കുന്നു. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. സൈമൺ KC, കുത്തൂർ ഹൗസ്, കോളേജ് ഹോസ്റ്റൽ റോഡ്, കോലഞ്ചേരി, എറണാകുളം. പ്രൈസ് ദ ലോർഡ്. കൺതടത്തിൽ ഉണ്ടായിരുന്ന ഒരു തടിപ്പ്, ഒരു കുരു 3 മാസമായി മാറാകുന്നത്, മെഡിക്കൽ കോളേജിൽ ഓപ്പറേഷൻ ചെയ്ത് മാറ്റണമെന്ന് പറഞ്ഞിരുന്ന കുരു അഭിഷേകാഗ്നി പ്രോഗ്രാമിന്റെ സമയത്ത് യേശുവിനെ വിളിച്ചപ്പോൾ അത്ഭുതകരമായി ഒരു പാടുപോലും അവശേഷിപ്പിക്കാത്ത വിധം പരിപൂർണമായും അപ്രത്യക്ഷമായ കാര്യമാണ് ഈ കോലഞ്ചേരി എന്നുള്ള സൈമൺ ചേട്ടൻ സാക്ഷ്യപ്പെടുത്തുന്നത്. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ നിമിഷങ്ങളിൽ വിശ്വാസത്തോടെ യേശുവിനെ വിളിക്കുക. യേശുവിന്റെ നാമത്തിൽ അത്ഭുതമുണ്ട്. യേശുവിന്റെ നാമത്തിൽ വിടുതലുണ്ട്. കരങ്ങൾ രണ്ടും തുറന്നു പിടിച്ച് നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്ത് തന്നെ ഇരുന്ന് ഇപ്പോൾ കണ്ണടച്ച് ഉറക്കെ യേശുവിനെ വിളിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവിന്റെ അത്ഭുത ശക്തി, യേശുവിന്റെ സൗഖ്യ ശക്തി, യേശുവിന്റെ കൃപയുടെ ശക്തി ഓരോ മകനിലേക്കും ഓരോ മകളിലേക്കും ഇപ്പോൾ പ്രവഹിക്കട്ടെ. ഓരോ കുടുംബങ്ങളിലേക്ക് യേശുവിന്റെ ശക്തി പ്രവഹിക്കട്ടെ. ഓരോ കുടുംബങ്ങളിലേക്ക് യേശുവിന്റെ ശക്തി പ്രവഹിക്കട്ടെ. യേശുവിന്റെ ശക്തിയാൽ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിച്ചുകൊണ്ടിരിക്കട്ടെ. യേശുവിന്റെ ശക്തിയാൽ വൻ കൃപകൾ കുടുംബങ്ങളിലേക്ക് ഒഴുകട്ടെ. പൈശാചികമായ എല്ലാ ആധിപത്യങ്ങളും തകർന്ന് വിശുദ്ധിയുടെ അഭിഷേകം കുടുംബങ്ങളിൽ ലഭിക്കട്ടെ. ദൈവമക്കളെ, സാത്താൻ കെട്ടിയിട്ടിരിക്കുന്ന തെറ്റായ ബോധ്യങ്ങൾ, തെറ്റായ കാഴ്ചപ്പാടുകൾ, നുണചിന്തകൾ, ഇവയിൽ നിന്നെല്ലാം ഈ നിമിഷം വചനത്തിന്റെ ശക്തിയാൽ ദൈവമക്കൾക്ക് അത്ഭുത വിടുതൽ ഉണ്ടാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. പാപത്തിന്റെ കോട്ടകൾ തകരട്ടെ. പാപത്തിന്റെ ആധിപത്യങ്ങൾ തകരട്ടെ. വിശുദ്ധിയുടെ കൃപ നിറയട്ടെ. വിശുദ്ധിയുടെ അഭിഷേകം ഉണ്ടാകട്ടെ. പരിഹാസ സ്വഭാവം, പുച്ഛ സ്വഭാവം, ധാർഷ്ട്യ സ്വഭാവം, പരിഹാസം, പുച്ഛം, നിന്ദ, അധിക്ഷേപം, ഇങ്ങനെയുള്ള സ്വഭാവങ്ങൾ യേശുവിന്റെ നാമത്തിൽ വിട്ടുമാറിപ്പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അനേകം ദൈവ മക്കളുടെ ജീവിതത്തിൽ തകർച്ചയായി പെയ്തിറങ്ങുന്ന ഒരു പാവ സ്വഭാവമാണ് പരിഹാസം, അല്ലെങ്കിൽ നിന്ദനം, അല്ലെങ്കിൽ പുച്ഛം, അധിക്ഷേപം, ഇങ്ങനെയുള്ള സ്വഭാവ രീതികൾ. പ്രൈസ് ദ ലോർഡ്. ഈ കഴിഞ്ഞ 13 വർഷക്കാലത്തെ ശുശ്രൂഷകൾക്കിടയിൽ അച്ഛൻ പ്രത്യേകം ദർശിച്ചിട്ടുള്ള ഒരു കാര്യമുണ്ട്. ഒരുപാട് ദൈവമക്കൾ സ്വയംകൃത അനർത്ഥം ചുമക്കുന്നവരത്രേ.
സുഭാഷിതം 19:3 പറയുന്നത് പോലെ സ്വന്തം പോഷത്വമാണ് ഒരുവന്റെ വഴി നാശത്തിലെത്തിക്കുന്നത്. എന്നിട്ടും അവന്റെ ഹൃദയം കർത്താവിനെതിരെ കോപം കൊണ്ട് ജ്വലിക്കുന്നു. ജീവിതത്തിലെ പരിഹാസ സ്വഭാവം അനേകരുടെ കുടുംബങ്ങളിലേക്ക് വലിയ തകർച്ചയായി പെയ്തിറങ്ങുന്നത് അച്ഛന് വ്യക്തമായ അനുഭവമുള്ള ഒരു സംഗതിയാണ്. പ്രൈസ് ദി ലോർഡ്. പരിഹാസ സ്വഭാവം, നിന്ദ സ്വഭാവം, പുച്ഛം, ഇങ്ങനെയുള്ള സ്വഭാവത്തിന് ഉടമകളായ വ്യക്തികളും അവരുടെ സമൂഹങ്ങളും അവരുടെ കോൺവെന്റുകളും അവരുടെ കുടുംബങ്ങളും പല തരത്തിലുള്ള ദുരിതങ്ങൾക്ക് അടിമപ്പെട്ടിരിക്കുന്നത് എന്റെ കഴിഞ്ഞ കാലത്തെ ശുശ്രൂഷകൾക്കിടയിൽ ഞാൻ നിരന്തരം ദർശിച്ചിട്ടുള്ള ഒരു സംഗതി അത്രേ. ഹല്ലേലൂയ. ഇന്ന് നിരവധി ദൈവമക്കൾക്ക് പരിഹസിച്ചാൽ, പുച്ഛിച്ചാൽ, നിന്ദിച്ചാൽ അവർക്കുണ്ടാകുന്ന പീഡയെക്കുറിച്ച് ഈ തിരിച്ചറിവില്ലാതെ സാത്താന്റെ പിടിയിൽ ഇരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഇതൊന്നും സാരയില്ല, ഇതൊന്നും കുഴപ്പമില്ല എന്ന വിചാരത്തിൽ, എന്ന ചിന്തയിൽ വരുന്നതെല്ലാം ഓരോ സമയത്ത് തോന്നുന്നത് പോലെ പരിഹാസത്തിലും പുച്ഛത്തിലും ജീവിക്കുന്ന മകനെ, മകളെ, ഇന്നും ഇത് കേൾക്കുക. ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നു. സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ 9-ാം അധ്യായത്തിൽ 12-ാമത്തെ വാക്യം, പരിഹസിക്കരുത്, പരിഹസിച്ചാൽ അത് നീ തന്നെ ചുമക്കേണ്ടി വരും. പ്രൈസ് ദി ലോർഡ്. പരിഹസിക്കരുത്, പരിഹസിച്ചാൽ അത് നീ തന്നെ ചുമക്കേണ്ടി വരും. ഞാനൊരു സംഭവം നിങ്ങളോട് പറയാം. വളരെ അടുത്ത് പരിചയമുള്ള ഒരു വ്യക്തി ഒരു ദിവസം എന്നോടൊരു കാര്യം തുറന്നു പറഞ്ഞു. അച്ഛാ, എന്റെ ജീവിതകാലത്ത് ഞാൻ ചെറുപ്പമായിരുന്നപ്പോൾ, പ്രത്യേകിച്ച് യുവത്വത്തിന്റെ നാളുകളിൽ എന്നെ ധ്യാനിപ്പിച്ചിരുന്ന ഒരു വ്യക്തിയുടെ വായിലൂടെ 2 കവളുകളിലൂടെയും തുപ്പല് പതഞ്ഞു വരുന്നത് കാണുമ്പോൾ ഞാൻ മനസ്സുകൊണ്ട് അയാളെ പരിഹസിച്ച്, അധിക്ഷേപിച്ച്, പുച്ഛിച്ച് പറയും, ഇയാൾക്കെല്ലാം പണി നിർത്തി പോയിക്കൂടെ, ഇയാൾ ഈ തുപ്പലും വെച്ചുകൊണ്ട് ഞങ്ങളെ ധ്യാനിപ്പിക്കാൻ വന്നതിന് എന്തിനാണ്? ഇങ്ങനെ അദ്ദേഹത്തിന്റെ യുവത്വത്തിന്റെ നാളിൽ ഒരാളെ അധിക്ഷേപിച്ച സംഭവം എന്നോട് പറയുകയുണ്ടായി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് ആ മനുഷ്യൻ എന്നോട് പറയുകയാണ്, അദ്ദേഹം എന്ത് കാര്യത്തെക്കുറിച്ച് അയാളെ പരിഹസിച്ചോ, വർഷങ്ങൾക്ക് മുമ്പ് പരിഹസിച്ചോ, ഇന്ന് അതേ പ്രശ്നം ഈ വ്യക്തി ചുമന്നുകൊണ്ടിരിക്കുകയാണ്. ഈ വ്യക്തി പറയാണ്, ഞാൻ കുറെ നേരം സംസാരിച്ചു കഴിയുമ്പോൾ എന്റെ 2 കവിളിൽ തുപ്പല് പതഞ്ഞു വരും. ഞാൻ എന്ത് കാര്യത്തെക്കുറിച്ച് അയാളെ ദുഃഖിപ്പിച്ചോ, പരിഹസിച്ചുവോ, അതേ പ്രശ്നം ഇന്ന് എന്റെ ജീവിതത്തിൽ ഞാൻ ചുമന്നുകൊണ്ടിരിക്കുകയാണ്. അതാണ് സുഭാഷിതം 9:12 നമ്മൾ വായിച്ചത്. പരിഹസിക്കരുത്, പരിഹസിച്ചാൽ അത് നീ തന്നെ ചുമക്കേണ്ടി വരും. പരിഹസിക്കരുത്, പരിഹസിച്ചാൽ അത് നീ തന്നെ ചുമക്കേണ്ടി വരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവിടെ ധ്യാനം കൂടിയ ഒരു വ്യക്തി ഒരു ദിവസം എന്നോട് ഒന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്, ധ്യാന ദിവസങ്ങളിൽ അദ്ദേഹം വളരെ പ്രത്യേകമായി ശ്രദ്ധിച്ചൊരു കാര്യമുണ്ട്. ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്ന സമയത്ത്, ധ്യാന പ്രസംഗത്തിന് നിൽക്കുന്ന സമയത്ത് എപ്പോഴും ചിലപ്പോൾ കാലുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുന്നത് പോലെ അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഉടനെ അദ്ദേഹം പറഞ്ഞു, ഈ അച്ഛനെന്താ നിന്ന സ്ഥലത്ത് ഉറച്ചു നിന്നുകൂടെ? ഇങ്ങനെ മനസ്സിൽ അദ്ദേഹം പുച്ഛം വിചാരിച്ച്, മനസ്സിൽ അദ്ദേഹം നിന്ദ വിചാരിച്ച്. പ്രൈസ് ദി ലോർഡ്. അദ്ദേഹം പറയുന്നത് എങ്ങനെയാണ്, അദ്ദേഹം പിന്നെ ഗോവയിലുള്ള ജോലിക്കാരനാണ്. അദ്ദേഹം ഗോവയിൽ പോയി പിറ്റേ വർഷം തിരിച്ചു വന്നിട്ട് അദ്ദേഹം ധ്യാനം കൂടി അദ്ദേഹം എന്റെ കരങ്ങൾ പിടിച്ച് മാപ്പ് ചോദിക്കുകയാണ്. ഞാൻ ചോദിച്ചു, എന്താ ഉണ്ടായത്? അദ്ദേഹം പറഞ്ഞു, കഴിഞ്ഞ വർഷം അച്ഛൻ ധ്യാനിപ്പിച്ചപ്പോൾ ഞാൻ ഇവിടെ ഇരുന്ന് അച്ഛന്റെ ഈ കാല് അച്ഛൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അനക്കുന്നതിനെ കുറിച്ച് ഞാൻ എന്റെ മനസ്സിൽ പുച്ഛവും നിന്ദയും വിചാരിച്ച്, ഞാൻ ഗോവയിൽ ചെന്ന് 2 ആഴ്ച കഴിഞ്ഞപ്പോൾ മുതൽ എന്റെ കാലുകളിൽ 2 കാലുകളിലും കഠിനമായ വേദന പിടികൂടി. ഈ 1 വർഷം മുഴുവൻ ഞാൻ വേദന സഹിച്ചിരിക്കുകയായിരുന്നു. അതുകൊണ്ട് ഈ ധ്യാനത്തിന് വന്നപ്പോൾ എന്റെ മുഖ്യമായ ഒരു ഉദ്ദേശം അച്ഛനെ കണ്ട്, വ്യക്തിപരമായി കണ്ട് മാപ്പ് ചോദിക്കാൻ വേണ്ടി കൂടെയാണ് ഞാൻ വന്നത് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അദ്ദേഹം എന്ത് കാര്യത്തെക്കുറിച്ച് പുച്ഛം വിചാരിച്ചോ, എന്ത് കാര്യത്തെക്കുറിച്ച് നിന്ദ വിചാരിച്ചോ, അത് തന്നെ അദ്ദേഹത്തിന്റെ മേൽ, അദ്ദേഹത്തിന്റെ ശരീരത്തിൽ അദ്ദേഹം ചുമക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശുദ്ധ ലിഖിതത്തിൽ സാമുവേൽ പ്രവാചകന്റെ 2-ാമത്തെ പുസ്തകം, അതിലൊരു രംഗം നമുക്ക് കാണാൻ സാധിക്കും. ദാവീദ് രാജാവ് വലിയ ഉത്സവ ലഹരിയിൽ, വലിയ ആഹ്ലാദത്തോടെ വാഗ്ദാന പേടകം ഇസ്രായേൽ നാട്ടിൽ ജെറുസലം പട്ടണത്തിൽ കൊണ്ടുവന്ന് സ്ഥാപിക്കാൻ പോവുകയാണ്. 2 സാമുവേൽ 6-ാം അധ്യായം 16 മുതലുള്ള വാക്യങ്ങളിലാണ് നാം ഈ രംഗം കാണുന്നത്. അങ്ങനെ ദാവീദും ജനം മുഴുവനും ആർത്തുപാടി ചാടി മറിഞ്ഞ് സന്തോഷം പങ്കിട്ട് ഈ വാഗ്ദാന പേടകം ഇസ്രായേൽ നാട്ടിലേക്ക് കൊണ്ടുവരികയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ കൊണ്ടുവരുമ്പോൾ ദാവീദിന്റെ ഭാര്യയായ മിഖ, സാവൂളിന്റെ മകളും ദാവീദിന്റെ ഭാര്യയുമായ മിഖ ജനലിൽ കൂടെ നോക്കിയപ്പോൾ ദാവീദ് രാജാവ് ജനങ്ങളുടെ ഇടയിൽ അരക്കച്ച മാത്രം ധരിച്ച് തുള്ളിച്ചാടുന്നതാണ് കണ്ടത്. അവൾക്ക് പുച്ഛം തോന്നി, അവൾക്ക് നിന്ദ തോന്നി.
അവൾ ദാവീദിനെ കുറിച്ച് മോശം വിചാരിച്ച്. ദാവീദ് ഇതെല്ലാം കഴിഞ്ഞ് മുറിയിൽ വന്നപ്പോൾ സാവൂളിന്റെ മകളായ മിഖ ദാവീദിനോട് പറഞ്ഞു, ഇസ്രായേലിന്റെ രാജാവ് ഇന്ന് തന്നെ എത്ര പ്രശസ്തനാക്കിയിരിക്കുന്നു. തന്റെ ദാസന്മാരുടെ സ്ത്രീകളുടെ മുമ്പിൽ ആഭാസനെ പോലെ നിർലജ്ജം അവൻ നഗ്നത പ്രദർശിപ്പിച്ചില്ലേ? ദാവീദ് മിഖാലിനോട് പറഞ്ഞു, ഞാൻ എന്റെ ദൈവത്തിന്റെ മുമ്പിലാണ് ആർത്തുപാടിയത്. ഞാൻ എന്റെ ദൈവത്തിന് മുമ്പിൽ ഇതിനേക്കാൾ അധികവും നിന്ദിതനും അപമാനത്തിനും അധിക്ഷേപാർഹനാകാൻ ഞാൻ തയ്യാറാണ്. ഞാൻ എന്റെ ദൈവത്തെയാണ് പാടി സ്തുതിച്ചത്. ഇതിനേക്കാൾ കൂടുതൽ നിന്ദനാകാൻ ഞാൻ തയ്യാറാണ്. എന്നാൽ നീ പറഞ്ഞ പെൺകുട്ടികൾ ഇത് നിമിത്തം എന്നെ ബഹുമാനിക്കും. ദൈവത്തിന്റെ വചനം 2 സാമുവേൽ 6:23 പഠിപ്പിക്കുകയാണ്, സാവൂളിന്റെ മകളും ദാവീദിന്റെ ഭാര്യയുമായ മിഖ മരണം വരെ വന്ധ്യയായിരുന്നു. അവൾക്ക് ജീവിതത്തിൽ കുഞ്ഞുങ്ങൾ ജനിച്ചില്ല. വന്ധ്യത്വം എന്ന ഒരു ഭാരം അവളുടെ തലയിലേക്ക് കയറി. പ്രിയപ്പെട്ട ദൈവമക്കളെ, അനവധി കുടുംബങ്ങളിൽ ഇന്ന് ആ കുടുംബങ്ങൾ ചുമന്നുകൊണ്ടിരിക്കുന്ന എടുത്താ പൊങ്ങാത്ത വേദനയുടെ പിന്നിൽ പരിഹാസത്തിന്റെ ഒരു വേരുണ്ടായിരിക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, രോഗങ്ങൾ, തകർച്ച, ദുഃഖം, പലതരത്തിലുള്ള ഭാരങ്ങൾ ഇതൊരു കുടുംബത്തിലേക്ക്, ഒരു വ്യക്തി ജീവിതത്തിലേക്ക് വരുന്നതിന് പിന്നിൽ ഒരുപാട് ചാനലുകളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു സോഴ്സാണ് പരിഹാസ സ്വഭാവം. നീ നിന്റെ കഴിഞ്ഞ കാലങ്ങളിൽ പരിഹാസ സ്വഭാവത്തിന്റെ ഉടമയായിരുന്നോ? നീ നിന്റെ അപ്പനെ പരിഹസിക്കുന്ന ഒരു വ്യക്തിയാണോ? നീ നിന്റെ അമ്മയെ പരിഹസിക്കുന്ന ഒരു വ്യക്തിയാണോ? നീ നിന്റെ ഗുരുബോധനെ പരിഹസിക്കുന്ന ഒരു വ്യക്തിയാണോ? നീ നിന്റെ ആത്മീയ ഗുരുക്കന്മാരെ പരിഹസിക്കുന്ന ഒരു വ്യക്തിയാണോ? നിന്റെ സ്വഭാവം പരിഹാസ സ്വഭാവമാണോ? നീ പുച്ഛത്തിനും അധിക്ഷേപത്തിനും നിന്ദനത്തിനും നിരന്തരം വിട്ടുകൊടുക്കുന്ന നീ പരിഹാസിയായ ഒരു വ്യക്തിയാണോ? പ്രിയ പൈതലേ, ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്ന പ്രകാരമാണ്, നീ പരിഹസിച്ചാൽ അത് നീ തന്നെ ചുമക്കേണ്ടി വരും. യെശയ്യായുടെ പുസ്തകം 28-ാം അധ്യായം 22-ാം വാക്യം, നിന്ദിക്കരുത്, നിന്ദിക്കരുത്, നിന്ദിക്കരുത്. നിന്ദിച്ചാൽ നിങ്ങളുടെ ബന്ധനങ്ങൾ കഠിനമാകും. മിഖ നിന്ദിച്ചു, അവളുടെ ബന്ധനം കഠിനമായി. മരിക്കുന്നത് വരെ ആ കെട്ട് അഴിഞ്ഞിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. മരിക്കുന്നത് വരെ ആ കെട്ട് അഴിഞ്ഞിട്ടില്ല. ദാവീദിന്റെ അനുഗ്രഹമുള്ള കുടുംബത്തിലാണെന്ന് ഓർക്കണം, ദാവീദിന്റെ ഭാര്യയാണെന്ന് ഓർക്കണം. പക്ഷേ അവളുടെ വന്ധ്യത്വം അവസാനിപ്പിക്കാൻ ആരുടെ പ്രാർത്ഥന കൊണ്ടും നടക്കാൻ സാധിച്ചിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. ഒരുപക്ഷെ ദാവീദ് എത്ര തവണ പ്രാർത്ഥിച്ചിട്ടുണ്ടാവും? സ്വന്തം ഭാര്യയുടെ വന്ധ്യത്വം അവസാനിപ്പിച്ച് അവളിൽ ഒരു കുഞ്ഞിനെ പിറക്കാൻ വേണ്ടി ദാവീദ് എത്ര തവണ പ്രാർത്ഥിച്ചിട്ടുണ്ടാവും? അവൾക്ക് വേണ്ടി പലരും എത്ര തവണ പ്രാർത്ഥിച്ചിട്ടുണ്ടാവും? എന്നാൽ ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നു, നിന്ദിക്കരുത്, നിന്ദിച്ചാൽ നിന്റെ ബന്ധനങ്ങൾ കഠിനമാകും. പിന്നെ ആര് പ്രാർത്ഥിച്ചാലും അഴിക്കാൻ പറ്റാത്ത വിധം കഠിനമായൊരു ബന്ധനത്തിൽ നീ ഊരാക്കുടുക്കിൽ കിടക്കുന്നത് പോലെ ജീവിതത്തിൽ കടന്ന് തൂങ്ങേണ്ടി വരും. അതുകൊണ്ട് പൈതലേ, നീ ഈ ഒരു കാര്യം മനസ്സിലാക്കണം, നീ ആരെയും നിന്ദിക്കാൻ പോകരുത്, നീ ആരെയും പരിഹസിക്കാൻ പോകരുത്. ദൈവവചനം ഇത് വളരെ ഗൗരവത്തോടെ പഠിപ്പിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. നിന്ദ, പരിഹാസം, പുച്ഛം, ഇതിന്റെ പിന്നിൽ ഗൗരവമേറിയ 2 പാപങ്ങൾ ഒളിഞ്ഞു കിടപ്പുണ്ട്. അതാണ് സുഭാഷിതങ്ങളുടെ പുസ്തകം 21-24 വെളിപ്പെടുത്തുന്നത്. സുഭാഷിതങ്ങൾ 21-24 വചനം പഠിപ്പിക്കുന്നു, അഹങ്കാരിയും ധിക്കാരിയുമായ മനുഷ്യന്റെ പേരാണ് പരിഹാസകൻ എന്ന്. അഹങ്കാരിയും ധിക്കാരിയും. അപ്പൊ പരിഹാസത്തോട് ചേർന്ന് കിടക്കുന്ന 2 ഗൗരവമേറിയ പാപമാണ് അഹങ്കാരവും ധിക്കാരവും. അഹങ്കാരവും ധിക്കാരവും കൂടി കട്ടപിടിക്കുമ്പോഴാണ് പരിഹാസമായി പുറത്തു വരുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. അഹങ്കാരവും ധിക്കാരവും കട്ടപിടിച്ച മനുഷ്യനിൽ നിന്ന് പരിഹാസം വമിക്കും, മ്ലേച്ഛത വമിക്കും. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെയുള്ള വ്യക്തികൾക്ക് അവരുടെ ജീവിതത്തിൽ ഒരു പ്രത്യേകമായ ഒരു ജീവിതാനുഭവം ഉണ്ടായിരിക്കും. അതാണ് സുഭാഷിതങ്ങളുടെ പുസ്തകം 19-ാം അധ്യായം 29-ാം വാക്യം. സുഭാഷിതങ്ങൾ 19-29 വചനം പഠിപ്പിക്കുന്നു, പരിഹാസകർക്ക് ശിക്ഷാവിധിയും ഭോഷന്മാർക്ക്, നിന്ദകർക്ക് അവരുടെ മുതുകിന് പ്രഹരവും റെഡിയായിരിക്കുന്നു, സജ്ജമായിരിക്കുന്നു. നിങ്ങളുടെ മുതുകിനുള്ള പ്രഹരമാണ് നിങ്ങൾ ഒരുക്കുന്നത് പരിഹസിക്കുമ്പോൾ എന്ന കാര്യം നിങ്ങൾ മറക്കണ്ട. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രിയപ്പെട്ട ദൈവപൈതലേ, നീ നിന്നേക്കാൾ കഴിവ് കുറഞ്ഞൊരു വ്യക്തിയെ കാണുമ്പോൾ, നിനക്ക് അംഗീകരിക്കാൻ പറ്റാത്തൊരു വ്യക്തിയെ കാണുമ്പോൾ നിനക്ക് വേറെ എന്തൊക്കെ തരത്തിലുള്ള മനോഭാവങ്ങൾ പുലർത്താം? നീ പരിഹാസത്തിന്റെ ഉടമയായി തീർന്നത് എന്തുകൊണ്ടാണ്? യേശുക്രിസ്തു മത്തായിയുടെ സുവിശേഷത്തിൽ 5-ാം അധ്യായത്തിൽ 22-ാം വാക്യത്തിൽ പഠിപ്പിക്കുകയാണ്, സഹോദരനെ ബോഷ എന്ന് വിളിക്കുന്നവൻ ന്യായവിധിക്ക് ന്യായാധിപ സംഘത്തിന് മുമ്പിൽ നിൽക്കേണ്ടി വരും. വിഡ്ഢി എന്ന് വിളിക്കുന്നവനാകട്ടെ നരകാഗ്നിക്ക് ഇരയായി തീരും. മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായം 36-ാം വാക്യം, മനുഷ്യർ പറയുന്ന ഓരോ വ്യർത്ഥ വാക്കിന് പോലും അവൻ വിധി ദിവസത്തിൽ കണക്ക് കൊടുക്കേണ്ടി വരും. പ്രൈസ് ദി ലോർഡ്. നീ വ്യർത്ഥ ഭാഷണം വഴി നിനക്കായി ഭാരത്തെ വരിച്ചു വെക്കരുത്. നീ പരിഹാസ വാക്കുകൾ പറഞ്ഞ്, നിന്ദാ വാക്കുകൾ പറഞ്ഞ്, അധിക്ഷേപ വാക്കുകൾ പറഞ്ഞ് നിനക്കായി കെട്ടുകൾ ഉണ്ടാക്കരുത്.
ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രൈസ് ദ ലോർഡ്. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രിയപ്പെട്ട ദൈവമക്കളെ, ദൈവത്തിന്റെ വചനം സങ്കീർത്തന പുസ്തകത്തിൽ 1-ാം അധ്യായത്തിൽ 1-ാം വാക്യത്തിൽ പഠിപ്പിക്കുകയാണ്, നീ പരിഹസിക്കരുതെന്ന് മാത്രമല്ല, ഈ ഭൂമിയിൽ നിനക്ക് നിന്റെ ജീവിതം നീ സുരക്ഷിതമായി നടത്താൻ ആഗ്രഹിക്കുന്നുവോ? അങ്ങനെയെങ്കിൽ നീ പരിഹാസകരുടെ പീഠങ്ങളിൽ പോയി ഇരിക്കുക പോലും അരുത്. നീ പരിഹസിക്കരുതെന്ന് മാത്രമല്ല, പരിഹസിക്കുന്ന മറ്റൊരു വ്യക്തിയുടെ ആതിഥ്യം നീ സ്വീകരിക്കരുത്. പരിഹസിക്കുന്ന മറ്റൊരു വ്യക്തിയുടെ സൽക്കാരത്തിന് നീ പോകരുത്. പരിഹസിക്കുന്ന മറ്റൊരു വ്യക്തിയുടെ ഉപകാരം നീ സ്വീകരിക്കരുത്. നീ പരിഹാസകരുടെ പീഠങ്ങളിൽ പോയി ഇരിക്കരുത്. സങ്കീർത്തന പുസ്തകം 1-ാം അധ്യായം 1-ാം വാക്യം. ഇത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മാറ്റമില്ലാത്ത വള്ളിയോ പുള്ളിയോ, ആകാശം മാറിയാലും ഭൂതലം മാറിയാലും വള്ളിയോ പുള്ളിയോ മാറ്റമില്ലാത്ത ദൈവത്തിന്റെ വചനത്തിൽ ദൈവമക്കളെ പഠിപ്പിച്ചിരിക്കുന്നു. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. അത്ര ഗൗരവമുള്ളത് കൊണ്ടാണ് ഇത് ആവർത്തിച്ച് വിവിധ ദൈവ വേദഗ്രന്ഥങ്ങളിൽ ഇത് നമ്മളെ പഠിപ്പിക്കുന്നത്. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, ഇപ്പോൾ ഈ വചനങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവമക്കളിൽ എത്രയോ ദൈവമക്കളുടെ മേൽ പരിഹാസത്തിന്റെ ആത്മാവ് പിടികൂടിയിരിക്കുന്നു. എത്രയോ ദൈവമക്കളെ സാത്താൻ പുച്ഛത്തിലും നിന്ദനത്തിലും ബന്ധിച്ചിട്ടിരിക്കുന്നു. പിതാവേ, മാതാപിതാക്കന്മാരെ പുച്ഛിക്കുന്നവർ, സഹോദരങ്ങളെ കൂടപ്പിറപ്പുകളെ പുച്ഛിക്കുന്നവർ, കഴിവില്ലാത്തവരെ പുച്ഛിക്കുന്നവർ, ശാരീരിക വൈകല്യങ്ങളുള്ളവരെ പുച്ഛിക്കുന്നവർ, ദൈവദാസന്മാരെ പുച്ഛിക്കുന്നവർ, ആത്മീയ ശുശ്രൂഷകളെ പുച്ഛിക്കുന്നവർ, കർത്താവെ അങ്ങയുടെ പരിശുദ്ധ നാമത്തെ പോലും പുച്ഛിക്കുകയും നിന്ദിക്കുകയും ചെയ്യുന്നവർ, ഇങ്ങനെ പരിഹാസത്തിനും പുച്ഛത്തിനും അടിമയായി പിശാച് ബന്ധിച്ചിട്ടിരിക്കുന്ന ഓരോ മകനെയും ഓരോ മകളെയും ഈ നിമിഷങ്ങളിൽ യേശുവിന്റെ നാമത്തിൽ വിടുവിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ മക്കളും കണ്ണടച്ച് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവമായ കർത്താവിന്റെ അത്ഭുത ശക്തി വ്യാപരിക്കട്ടെ. അത്ഭുത വിടുതലിന്റെ ശക്തി വ്യാപരിക്കട്ടെ. പരിഹാസത്തിന്റെ ആത്മാവ്, പുച്ഛത്തിന്റെ നിന്ദനത്തിന്റെ ആത്മാവ് ബന്ധിച്ചിട്ടിരിക്കുന്ന ഓരോ കുടുംബങ്ങളെയും ഓരോ വ്യക്തികളെയും യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇപ്പോൾ വിടുവിക്കുന്നു. യേശുവിന്റെ കുരിശിന്റെ അടയാളത്താൽ തിന്മയുടെ കെട്ടുകൾ അഴിക്കുന്നു. തലമുറയായി പരിഹാസത്തിന്റെയും പുച്ഛത്തിന്റെയും ആത്മാവ് ബന്ധിച്ചിട്ടിരിക്കുന്ന വംശങ്ങളെയും കുടുംബങ്ങളെയും വ്യക്തികളെയും ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ വിടുവിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. അത്ഭുത ശക്തി വ്യാപരിക്കട്ടെ. അത്ഭുത സൗഖ്യങ്ങൾ ഉണ്ടാകട്ടെ. ദൈവങ്ങളുടെ ശരീരങ്ങളിലേക്ക് ശക്തി പ്രവഹിക്കട്ടെ. ഇപ്പോൾ ഇടിമിന്നൽ പോലെ യേശുവിന്റെ ശക്തി പ്രവഹിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, യേശുവേ, യേശുവേ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രൈസ് ദ ലോർഡ്. വൈദ്യനെ ഞങ്ങളിൽ വന്നു വസിക്കണമേ. പരിപാവനമാ കൂദാശയിൽ വാണരുളുന്ന സ്നേഹമേ. യേശുവേ ആത്മവൈദ്യനെ ഞങ്ങളിൽ വന്നു വസിക്കണമേ. പരിപാവനമാ കൂദാശയിൽ വാണരുളുന്ന സ്നേഹമേ. വാഴ്ത്തിടുന്നു സ്നേഹമേ, പുകഴ്ത്തിടുന്നു നാഥനെ. വാഴ്ത്തിടുന്നു സ്നേഹമേ, പുകഴ്ത്തിടുന്നു നാഥനെ. സകല ഹൃദയങ്ങളെയും സ്നേഹം കൊണ്ടും സൗഖ്യം കൊണ്ടും നിറയ്ക്കുന്നവനായ കർത്താവ് അഹങ്കാര ജടിലമായ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ഇപ്പോൾ എഴുന്നള്ളി വരട്ടെ. നമ്മുടെ ഹൃദയത്തിൽ സൗഖ്യം കിട്ടാതെ കിടക്കുന്ന എല്ലാ അസംതൃപ്തിയിലേക്കും എല്ലാ തരത്തിലുള്ള പുച്ഛ സ്വഭാവത്തിലേക്കും പരിഹാസ പ്രകൃതിയിലേക്കും ഈ നിമിഷം അത്ഭുത സൗഖ്യം യേശു ക്രിസ്തു ഇപ്പോൾ സമൃദ്ധമായി നൽകട്ടെ. ഇപ്പോൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ഓരോ മകനും ഓരോ മകളും ജീവിതത്തിൽ ഇന്ന് വരെ സൗഖ്യം കിട്ടാത്ത പരിഹാസ പ്രകൃതിയുടെ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. ഹൃദയത്തിൽ കട്ട പിടിച്ച് കിടക്കുന്ന ഗർവ്, നിന്ദ, ധിക്കാരം, ധാർഷ്ട്യം, പലതരത്തിലുള്ള ദൈവനിന്ദാപരമായ സ്വഭാവങ്ങൾ,
മറ്റുള്ളവരെ തുച്ഛീകരിച്ച് കാണുന്ന പ്രകൃതി ഈ മേഖലകളിൽ ദൈവത്തിന്റെ അത്ഭുത ശക്തി ഇപ്പോൾ ആവർത്തിക്കട്ടെ. എല്ലാ ദൈവമക്കളും ഇപ്പോൾ 2 കരങ്ങൾ ഈശോയുടെ പക്കലേക്ക് ഉയർത്തുക. ക്ഷീണമുള്ളവർ, രോഗമുള്ളവർ, മനപ്രയാസത്തിരിക്കുന്നവർ എല്ലാവരും ഇപ്പോൾ അവരവരുടെ ജീവിതത്തിന്റെ ഭാരങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിലേക്ക് ഉയർത്തുക. യേശുക്രിസ്തു ഈ നിമിഷങ്ങളിൽ തന്റെ പ്രിയപ്പെട്ട മക്കളെ തൊട്ട് അനുഗ്രഹിച്ച് അത്ഭുതകരമായി സൗഖ്യപ്പെടുത്തുന്നു. എല്ലാവരും സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. കർത്താവെ, ഒത്തിരി കാലങ്ങളായി പരിഹസിച്ചും മറ്റുള്ളവരെ നിന്ദിച്ചും അതിന്റെ ശാപവും പാപവും പേറുന്ന എല്ലാ കുടുംബങ്ങളിൽ നിന്നും വ്യക്തികളിൽ നിന്നും എല്ലാ തരത്തിലുള്ള പരിഹാസത്തിന്റെയും നിന്ദയുടെയും പുച്ഛത്തിന്റെയുമായ എല്ലാ സ്വാധീനങ്ങളും വിട്ടുപോട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, രോഗികളെ സുഖപ്പെടുത്തണമേ, ക്ഷീണിതരെ സ്പർശിക്കണമേ. കർത്താവെ, തകർന്ന് നിലവിളിച്ച് പ്രാർത്ഥിക്കുന്ന, കണ്ണുനീരോടെ നിലവിളിക്കുന്ന കുടുംബങ്ങളിലേക്ക് അത്ഭുത ശക്തി ഇപ്പോൾ ഒഴുകട്ടെ. കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന വ്യക്തികളിലേക്ക് അത്ഭുത ശക്തി ഇപ്പോൾ ഒഴുകട്ടെ. യേശുവിന്റെ അത്ഭുത ശക്തിയാൽ വലിയ അത്ഭുതങ്ങൾ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കട്ടെ. പൈശാചിക പീഡകൾ വിട്ടുപോകട്ടെ. കർത്താവെ, രോഗങ്ങളുടെ കെട്ടുകൾ അഴിയട്ടെ. കർത്താവെ, പാരമ്പര്യമായ സ്വഭാവങ്ങൾക്ക് സൗഖ്യം ഉണ്ടാകട്ടെ. സ്വഭാവ വൈകൃതങ്ങൾ സൗഖ്യമാകട്ടെ. കർത്താവെ, എത്ര ശ്രമിച്ചാലും മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന പ്രകൃതിയിൽ നിന്ന് മോചനം കിട്ടാത്ത മക്കൾക്ക് ഇപ്പോൾ തങ്ങളുടെ വാക്കുകൾ വഴിയുള്ള എല്ലാ തരത്തിലുള്ള തിന്മയുടെ ബന്ധങ്ങൾ വിട്ടുപോകാൻ തക്കവിധം സൗഖ്യം നൽകി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നാവെടുത്താൽ മറ്റുള്ളവരെ എപ്പോഴും വിമർശിക്കുകയും പരിഹസിക്കുകയും പുച്ഛിക്കുകയും വേദനിപ്പിക്കുകയും ചെയ്യുന്ന ദൈവമക്കളിലേക്ക് അത്ഭുത സ്നേഹം വ്യാപരിക്കട്ടെ. അത്ഭുതകരമായ സ്നേഹത്താൽ അവർക്ക് സൗഖ്യം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഇരുട്ടിന്ന് വരുന്നതാണ്, കിളിയന്തറയാണ്. എൻ്റെ പേര് അന്നമ്മ. കഴിഞ്ഞ കൊല്ലം കൈ ഇങ്ങനെ കുത്തി വീണിട്ട് ആശുപത്രിയിലെല്ലാം പോയതായിരുന്നിട്ട് കൈ ഇങ്ങനെ മടങ്ങിയല്ലായിരുന്നു. പിന്നെ ഞാൻ ഇവിടുന്ന് കൈയെല്ലാം ഇങ്ങനെ മടക്കാൻ പറ്റിയത് എനിക്ക്. കൈയൊന്ന് മടക്കി കാണിച്ചേ, കൈയൊന്ന് മടക്കി കാണിച്ചേ. ശരിക്കും ഇങ്ങനെ കാണിക്കേ. നേരത്തെ എങ്ങനെ മടക്കാൻ പറ്റുമായിരുന്നോ? ഇങ്ങനെയാകും. ഇപ്പോഴോ? ഇങ്ങനെ മടങ്ങായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഇത് എത്ര നാളായി ഇതിങ്ങനെ ആയിട്ട്? 1 കൊല്ലമായി. 1 വർഷമായിട്ട് കൈ ഇങ്ങനെ മടക്കാൻ പറ്റാതിരുന്ന ഈ സഹോദരിയുടെ കൈ ഇപ്പൊ ശരിയായ വിധത്തിൽ മടക്കാൻ തക്കവിധം കർത്താവ് ആ കൈവിരലുകൾ മടക്കി ചുരുട്ടി പിടിക്കാൻ തക്കവിധം കൈവിരലുകളെ കർത്താവ് സുഖപ്പെടുത്തി. ഹല്ലേലൂയ. നന്നായിട്ടൊന്ന് പിടിക്കുക, ഇങ്ങനെ ഒന്ന് പിടിക്കുക. ഹല്ലേ, കൈയടിച്ച് സ്വയം മഹത്വപ്പെടുത്താം. ദൈവത്താൽ അസാധ്യമായിട്ടൊന്നുമില്ലല്ലോ, യഹോവയ്ക്കു കഴിയാത്ത കാര്യമില്ലല്ലോ. ദൈവത്താൽ അസാധ്യമായിട്ടൊന്നുമില്ലല്ലോ, യഹോവയ്ക്കു കഴിയാത്ത കാര്യമില്ലല്ലോ. യേശുവിന്റെ നാമത്തിൽ സൗഖ്യമുണ്ടല്ലോ, യേശുവിന്റെ രക്തത്താൽ ജയമുണ്ടല്ലോ. യേശുവിന്റെ നാമത്തിൽ സൗഖ്യമുണ്ടല്ലോ, യേശുവിന്റെ രക്തത്താൽ ജയമുണ്ടല്ലോ. ഞങ്ങളുടെ അഡ്രസ്: ഡയറക്ടർ, സെഹിയോൻ ധ്യാന കേന്ദ്രം, താവളം PO, അട്ടപ്പാടി, പാലക്കാട് ജില്ല, കേരള. പിൻ 678589. ഫോൺ 04924253333 ആൻഡ് 253647. ഞങ്ങളുടെ ഇമെയിൽ ID sehion@gmail.com. വെബ്സൈറ്റ് www.sehion.org.